ഹലോ ഫ്രണ്ട്സ്, MS എക്സലിന്റെ 19ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡെക്സ് ഫംഗ്ഷൻ ആണ്. ഇൻഡെക്സ് ഫംഗ്ഷന് പുറമെ ഇൻഡെക്സ് ഫംഗ്ഷനും മാച്ച് ഫംഗ്ഷനും കമ്പൈൻ ആയിട്ട് വേറെ നമ്മൾ എക്സാമ്പിൾ നോക്കും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇൻഡെക്സ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇൻഡെക്സ് ഫംഗ്ഷന് വേണ്ടി ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, പ്രോഡക്റ്റിന്റെ പ്രൈസ്, ക്വാണ്ടിറ്റി എന്നീ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ബേസിക്കലി ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഡാറ്റയിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻഡെക്സ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അത് ഈക്വൽ ടു അടിച്ചിട്ട് ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതാണ് ഇൻഡെക്സ് ഫംഗ്ഷൻ്റെ പേര്. അവിടെ ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. എറേ, റോ നെയിം, റോ നമ്പർ, കോളം നമ്പർ. ഓക്കെ, അപ്പോൾ എറേ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു ടേബിൾ എറയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എത്രാമത്തെ, അതായത് റോ നമ്പർ, എത്രാമത്തെ റോ നമ്പർ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതായത് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഇപ്പം മാംഗോൻ്റെ 180 പ്രൈസ് 180, എനിക്ക് ഇപ്പോൾ 180 എന്നുള്ള ഡാറ്റ എനിക്ക് ഇവിടെ എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 180ലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. വേറെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ റോ നമ്പർ, എത്രാമത്തെ റോ നമ്പർ, ഇവിടെ ഇപ്പോൾ 3ാമത്തെ റോ നമ്പർ അല്ലേ, 1 2 3 4 4ാമത്തെ റോ നമ്പറാണ്. അപ്പോൾ 4 എന്ന് കൊടുക്കും. ഓക്കെ, കോമ ഇട്ടിട്ട് ഇനി എത്രാമത്തെ കോളം നമ്പർ എന്ന് നോക്കുന്നുണ്ട്. കോളം നമ്പർ, അതായത് ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ടേബിൾ 2ാമത്തെ കോളം. ഓക്കെ, 2ാമത്തെ കോളം ഇട്ടിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 180 വന്നു. ഓക്കെ, മാംഗോൻ്റെ പ്രൈസ് 180. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഇതിനകത്ത് ഇൻഡെക്സ് ഫംഗ്ഷനും മാച്ച് ഫംഗ്ഷനും കമ്പൈൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ഡാറ്റ വന്നിട്ടുണ്ട്, ഒരു 150 ആൾക്കാരുടെ ഡാറ്റ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ID നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നെയിം, സെക്സ്, ലൊക്കേഷൻ, മാരിറ്റൽ സ്റ്റാറ്റസ് എന്നീ കാര്യങ്ങൾ വരണം. നമുക്ക് ഇൻഡെക്സ് ഫംഗ്ഷൻ, മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മാത്രമല്ല, നമുക്ക് വേറെ ഫംഗ്ഷൻ ഇനി എക്സ് ലുക്കപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ഇൻഡെക്സ് ഫംഗ്ഷൻ, മാച്ച് ഫംഗ്ഷൻ പറയുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതാണ് ഈ ഒരു ടേബിൾ ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് ആക്കും. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ, ഒരു ഫോർമാറ്റ് ടേബിൾ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ടേബിൾ കൊടുക്കണം. ഓക്കെ കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ ജസ്റ്റ് ID നമ്പർ, അതായത് നമുക്ക് ID നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നെയിം വരണം അല്ലേ. ഫസ്റ്റ് നെയിമിൻ്റെ സെക്ഷനിലേക്ക് വന്നു, അത് ഈക്വൽ ടു അടിച്ചിട്ട് ഇൻഡെക്സിന് ടൈപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എറേ, നമ്മുടെ ടേബിൾ എറേ ഇതാണ് ടേബിൾ എറേ. പക്ഷേ എനിക്ക് ടേബിൾ എറേ മൊത്തം സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ഇവിടെ നെയിമിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല നോക്കുന്നുണ്ട്. ഇപ്പോൾ നെയിമിൻ്റെ ഏരിയ കംപ്ലീറ്റ് സെലക്ട് ചെയ്യും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഒരു എറോ കീ വരും, ചെറിയൊരു എറോ കീ, താഴോട്ടേക്കുള്ള എറോ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ടേബിൾ നെയിം സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ടേബിൾ നെയിമിൽ നെയിം മാത്രം, ടേബിൾ 1ൽ നെയിം മാത്രമുള്ള കാര്യങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് എറേ. ഓക്കെ, അതിന് ശേഷം കൊമ ഇട്ടിട്ട് എത്രാമത്തെ പേര് എന്നുള്ള രീതി, അതായത് എത്രാമത്തെ റോ നമ്പർ, എത്രാമത്തെ പേരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എത്രാമത്തെ പേരാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ID നമ്പർ ബേസ് ചെയ്തിട്ടായിരിക്കണം ഇവിടെ പേര് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ മാച്ച് ഫംഗ്ഷനാണ്. മാച്ച് ഫംഗ്ഷൻ്റെ സഹായത്തോടെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ മാച്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ജസ്റ്റ് മാച്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഓൾറെഡി മാച്ചിൻ്റെ എക്സാമ്പിൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. ഓക്കെ, ഇനി ലുക്കപ്പ് വാല്യൂ, മാച്ചിൻ്റെ ലുക്കപ്പ് വാല്യൂ ഏതാണ്? F4, അതായത് F4 എന്നുള്ള സെല്ലിൻ്റെ നമ്പർ. ഓക്കെ, F4 എന്നുള്ള സെല്ലിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, F4 എന്നുള്ള സെല്ലിൻ്റെ നമ്പറിൽ ID നമ്പർ ബേസ് ചെയ്തിട്ടായിരിക്കണം എനിക്ക് നെയിം വരേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്? മാച്ച് ഫംഗ്ഷൻ ലുക്കപ്പ് വാല്യൂ F4. ഓക്കെ, കോമ ഇട്ടിട്ട് ഇനി ലുക്കപ്പ് വാല്യൂ ഏതാണ്? ലുക്കപ്പ് എറേ ഏതാണ്? ഇതാണ് നമ്മൾ ലുക്കപ്പ് എറേ അല്ലേ. അതായത് ഈ ID നമ്പർ ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് ആദ്യം സെർച്ച് ചെയ്യണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മാച്ച് ടൈപ്പ് പോകുന്നുണ്ട്. എക്സാക്ട് മാച്ച് ആയിരിക്കും. ഞാനിപ്പോൾ 0 ടൈപ്പ് ചെയ്താൽ എക്സാക്ട് മാച്ച് ആവും. ഓക്കെ, എനിക്ക് എക്സാക്ട് മാച്ചാണ് വേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു ക്ലോസിംഗ് കൂടെ കൊടുക്കുന്നു. 2 ബ്രാക്കറ്റ് ഉണ്ട്, 2 ക്ലോസ് ചെയ്യാം. കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യണം. ഓക്കെ, ഇവിടെ നിലവിൽ ഇപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ID നമ്പർ കൊടുക്കാത്തതുകൊണ്ട്. ഇതിനിപ്പോൾ ജസ്റ്റ് ID നമ്പർ കൊടുത്തു നോക്കുന്നു. 1 എന്ന് കൊടുക്കുന്നു. ID നമ്പർ 1 കൊടുത്താൽ സന്ധ്യ എന്നുള്ള പേര് വന്നിട്ടുണ്ട്, ID നമ്പർ 1. ഓക്കെ, ഇനി നേരെ കുറച്ച് നമുക്ക് എറർ ഫ്രീ ആക്കണ്ടെങ്കിൽ ജസ്റ്റ് ഈഫ് എറർ എന്നുള്ള ഇവിടെ ഇതിൻ്റെ പുറമെ ഈഫ് എറർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അത് ഈ എറർ എന്ന് കൊടുത്തിട്ട് നമുക്ക് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എററിനെ ഡിസ്പ്ലേ ചെയ്യിക്കാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ എററിൻ്റെ സഹായം തരുന്നത്. ഈ എറർ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഈ എറർ ആണെങ്കിൽ എന്ത് സംഭവിക്കണം? ഓക്കെ, ജസ്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ആ എന്നെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള രീതിയിലുള്ള സാധനം എന്നെന്ന് കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു സാധനം പോയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഈ എറർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എറർ വരുമ്പോഴും ആ എറർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സഹായിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സന്ധ്യ ഒന്ന് വരും. ഓക്കെ, 2. ഓക്കെ, ഈ ഒരു രീതിയിൽ പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ളതും ചെയ്യുന്നു. ഇതേ മോഡലിൽ തന്നെ ഇപ്പോൾ നമ്മൾ നെയിം ചെയ്തല്ലോ, അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. എക്സും അതേപോലെ തന്നെ ജസ്റ്റ് ഈക്വൽ ടു അടിച്ചിട്ട് ഇൻഡെക്സും ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ നെയിം കോളത്തിൽ എങ്ങനെ ചെയ്തത് അതേപോലെ തന്നെ സെക്സ്, ലൊക്കേഷൻ, മാരിറ്റൽ സ്റ്റാറ്റസ് എല്ലാ കോളത്തിലും ഇതേപോലെ തന്നെ ചെയ്യുക, സെയിം മോഡൽ. ഓക്കെ,
ഓക്കെ, നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാ ഫോർമിലും അതേപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യും. പിന്നീട് ഇപ്പോൾ 1 ജസ്റ്റ് 2 ടൈപ്പ് ചെയ്യുന്നു. 2 ആൾക്കാർ, അതായത് 2 ആൾ ബാബുരാജ്, മെയിൽ, പയ്യന്നൂർ, ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഓരോ ഡാറ്റയും ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.